ബുധനാഴ്ച സന്ധ്യയുടെ നമസ്കാരം ആരംഭിക്കുന്ന നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഇവരുടെ സ്തുതി. നിന്നെ വധിപ്പാനായി വന്ന ജനം പഞ്ചഭൂതങ്ങളും പ്രകൃതിയും ഞെട്ടിവിറച്ചതുപോലെ ഞങ്ങൾ നിന്റെ ന്യായവിധിയെ ഭയപ്പെട്ട് വരയ്ക്കുമാറാകണമേ. അന്ത്യ ദിവസത്തെ കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ നീ വസിപ്പിക്കണമേ. നിന്നെ ക്രൂശിൽ തറച്ചവരോടുകൂടെ ഞങ്ങളെ ഗണിക്കരുതേ. എന്നാലോ നിന്നിലും രക്ഷാകരമായ നിന്റെ കഷ്ടാനുഭവങ്ങളിലും ഏറ്റുപറഞ്ഞിട്ടുള്ള ഞങ്ങളെ നീ ഏറ്റുപറയണമേ. ദുഷ്പ്രവർത്തിക്കാർക്കായി സൂക്ഷിച്ചിരിക്കുന്ന കഠിനമായ വേദനകളിൽ നിന്നും ഞങ്ങളെ നീ വീണ്ടെടുക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും
കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുടെ ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.
ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. സത്യമായിട്ട് നീ കർത്താവാകുന്നു. ദുഷ്ടന്മാർ നിന്ദിക്കുന്നത് കാണുമ്പോൾ സോദരരെ സന്താപത്താൽ ആരെയോ വിലപിക്കില്ല. അഹരോനായാധിപനാം ഹന്നാനെ അനിൽ ക്രോപേ ശ്രോപേന്മാർ വിറകൊള്ളും മഹിമാവുള്ളോൻ പാരൽ പാരം പാടേറ്റു പാർക്കിൽ വിശ്വമഹാശ്വര്യം പാടയ്ക്കുമോ വിശ്വാസിനി പരിശുദ്ധ കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. In praise and exalted and magnificent, who appeared created without beauty and splendor, and seen contemptible and humble on earth, the one who is exalted from sufferings and remote from pain, who lowered himself from his place to bear our sufferings and endure our pains, to the just and upright, who by his justice scattered his crucifix, and by his grace gathered together his worshippers. To him with his glory, honor and praise, never and all festivals and times, forever and ever. Amen. In magnificence, who appeared in creation without beauty and splendor, and seen contemptible and humble on earth, the one who is exalted from sufferings and remote from pain, who lowered himself from his place to bear our sufferings and to endure our pains, to that just and upright, who by his justice scattered his crucifers, and by his grace gathered together his worshippers. To him befits, Lord God, powerful and omnipotent, living word of the living and blessed Father, the source of helps, and the one who grants incorruptibility, who is beyond every knowledge and understanding, who is the limit of the creation in the hiddenness of his exalted divinity. When you saw your image being tormented with sin and voluntarily entangled in the snares of Satan, you had pity on him and rationally united with flesh and soul, and you became perfect man without change and remained in your divinity. You walked on earth and limited yourself under time, while being non-temporal and beyond time, ineffable marvel and unutterable wonder, you dwelt in the world in order that many might be astonished and the kings might shut their mouths. For they have seen in you divine and human things,
wonders and sufferings, humility and exaltation, weakness and might. From you the way of life, miracles appeared, and from your humility your praises sprang up. By these things you brought amazement to the rulers. They did not recognize you, and they did not believe your testimony. Fire and water remain above from the nature, that by them the philosophy of the world might be confused. You were qualified as a banished reed, which came to support the creation, and you were called the dim lamp, which illuminates the world that became dark. You were called the disfigured among men, in order to restore us to our former beauty. You were named despised, lowly, in order to confer honor and exaltation to us. You met with our sins in order to give us perfect forgiveness. Truly did you endure our sufferings and bear our pains, so that by your wounds we may be healed, and by your infirmity we may be whole. You are beyond sufferings and distant from pains and infirmities, and have never committed sin, nor deceit was found in you. But you are pleased, and you humbled yourself and suffered, and received upon your sins and pains of the head of our race. Therefore evil was spoken against you. Your story was distorted, and you were slandered. In the end of the entire divine dispensation, you were ready for the slaughter of our sins, and prepared for the glorifying death of our mortality. You possessed ineffable humility on the account of our iniquities. You did not show unlimited gentleness against our anger. You prepared yourself for a great battle for us with great humility and without opening the mouth. Like a lamb, you were led for slaughter, and like a sheep before the shearer, you remained silent. You did not run away from the prisoner and tribunal to endure these things which are indicated about you in the prophecy. You did not turn your back nor defended yourself, but you gave your body for stripes, and left your cheek for beating, and your face for spit. You did not turn your face away from shame, and you gave up your hands and feet for the piercing with nails. You left your side to spare, and your garment for being divided by lots, and your mouth for tasting vinegar and gall. With all these things you were hung on the cross of contempt, and you were numbered among evildoers. You were mocked by all those who saw you, and you were insulted by all those who were around you. You gave yourself for death, and you divided the spoil among the mighty. You brought back many Gentiles, and the will of your Father was fulfilled in you. Then you revealed your mystery to the disciples, and made known to your apostles what was going to happen, so that they should not be agitated at the time of your passion, nor they should be offended at the time of your crucifixion. Therefore, we beseech you, Christ our Lord, through this fragrant incense, remove from us every unbearable grief, and every suffering that injures the soul, and miserably alienments from you. Bestow us praiseworthy passion for our sins, and amazing grief of our iniquities, making perfect repentance that never turns back, and which always brings us near to your harbour with purity and holiness. We will offer up glory and thanksgiving to you and to your Father, forever and ever. Amen. ആമേൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്ന് വന്നിരിക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. നമ്മുടെ കർത്താവിനോട് തന്റെ ശിഷ്യന്മാർ പറഞ്ഞതാവിത്, ഈ ഉപമ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരിക. സാധാരണായി തീർന്നുകൊണ്ട് നിന്നെ യഹൂദന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവനാരാകുന്നു? കർത്താവ് ഉത്തരമായിട്ട് ഭയാതീതരായ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നോടൊന്നിച്ച് താരത്തിൽ കൈമുക്കുന്നവൻ യൂദാജനത്തിന് എന്നെ ഒറ്റിക്കൊടുക്കും. വാരയ്ക്കുമോ
ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ ഈ നിസ്സാര ധൂപത്തെ നീ കൈക്കൊള്ളണമേ. അതിനാൽ നിന്റെ മഹത്വ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ജീവിക്കുന്നതായ നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിനായി ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. സൽപ്രവർത്തികൾക്കായി ഞങ്ങളുടെ കൈകളെ നീ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ വചനപ്രകാരം ഞങ്ങളുടെ നടപ്പുകളെ നീ ശരിപ്പെടുത്തിക്കണമേ. നിന്നെ കുറിച്ചുള്ള ഓർമ്മയാൽ ഞങ്ങളുടെ വിചാരങ്ങളെയും നിന്റെ സ്തുതിയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ അവരങ്ങളെയും നാവുകളെയും നീ കാത്ത് രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും നീക്ക് ഞങ്ങളുടെ ദൈവവും ആയുള്ളവേ, നിന്റെ സത്യത്താൽ ഞങ്ങളെ എല്ലാവരെയും നീ ശുദ്ധീകരിക്കണമേ. ക്രൂശിക്കേ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. പ്രധാന ആചാര്യന്മാരും പരീക്ഷന്മാരും ഒരുമിച്ചുകൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ അനേക അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ. നാം ഇവനെ ഇങ്ങനെ വിടുന്ന പക്ഷം എല്ലാ മനുഷ്യരും അവരിൽ വിശ്വസിച്ചു പോകും. റോമാക്കാർ നമ്മുടെ ദേശത്തെ ജനങ്ങളെ ഭരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവരിൽ കയ്യാപ്പാന്ന് പേരുള്ള ഒരുവൻ ആ സംവത്സരത്തെ പ്രധാന ആചാര്യനായിരുന്നു. അവൻ അവരോട്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനങ്ങളെല്ലാം നശിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് വിചാരിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതവൻ സ്വന്തമായി പറഞ്ഞതല്ല. അവൻ ആ സംവത്സരത്തെ പ്രധാന ആചാര്യനായിരുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി യേശു മരിക്കുവാൻ പോകുന്നുവെന്ന് ദീർഘദർശനം പറയുകയാണ് ചെയ്തത്. അത് ആ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവസന്താനങ്ങളെ ഒരുമിച്ച് ചേർക്കുവാൻ വേണ്ടിയുമായിരുന്നു. അന്നു മുതൽ അവർ അവനെ വധിക്കുവാൻ ആലോചിച്ചു. യേശുവോ യഹൂദന്മാരുടെ പരസ്യമായി സഞ്ചരിക്കാതെ മരുഭൂമിക്ക് സമീപമായി എഫ്രൈം എന്ന് വിളിക്കപ്പെടുന്ന കോട്ടയിലേക്ക് പോയി. അവിടെ അവൻ ശിഷ്യന്മാരോട് കൂടി സഞ്ചരിച്ചിരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തു. പലരും ആ പെരുന്നാളിന് മുമ്പേ തന്നെ തങ്ങളുടെ ശുദ്ധീകരണത്തിനായി ഗ്രാമങ്ങളിൽ നിന്ന് ചിലരിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അവൻ പെരുന്നാളിന് വരികയില്ലയോ? അവൻ എവിടെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിടിപ്പാൻ തക്കവിധം തങ്ങൾക്ക് അറിവ് നൽകണമെന്ന് പ്രധാന ആചാര്യന്മാരും പരീക്ഷന്മാരും കൽപ്പന കൊടുത്തിരുന്നു. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്തിരുന്ന സ്ഥലമായ ബഥാനിയിൽ ചെന്നു. അവിടെ അവരൊരു അത്താഴം വിരുന്ന് നടത്തി. മാർത്ത പരിചരിക്കുകയായിരുന്നു. ലാസറും അവന്റെ കൂടെ ഭക്ഷണത്തിലിരുന്നു. യഹൂദന്മാരിൽ നിന്ന് വലിയ പുരുഷാരം യേശു അവിടെ ഉണ്ടെന്ന് കേട്ട് വന്ന് ചേർന്നു. അത് യേശുവിനെ മാത്രം ഉദ്ദേശിച്ചല്ല, മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ലാസറിനെ കാണുവാനുമായിട്ട് കൂടിയായിരുന്നു. പ്രധാന ആചാര്യന്മാർ ലാസറിനെ കൂടി കൊല്ലുവാൻ ആലോചിച്ചു. എന്നാൽ അവൻ നിമിത്തം യഹൂദന്മാർ പലരും ചെന്ന് യേശു വിശ്വസിച്ച് പോന്നു.
which produced us and broke its fence, and made it to be trampled by all, and allowed thorns to sprout in it, and left it to be destroyed by swine, and in its place chose the church of the Gentiles as the new plant, and watered it for us with the cross, that it may grow and to give him fruit of praise, and offer him gifts of thanksgiving. To him be his glory and honor, now this time and all the festivals and times, forever and ever. Glory to you and praise to you, the planter of the glorious Eden. By your adorable cross, you made to grow life-giving fruits for you, and planted your holy church, the spiritual vineyard for you. And you built and erected in it the great tower of salvation, and opened a mystical spring in it. And you gave abundant streams which make it pleasant, that fruits might grow and increase gentle showers, that its vegetation may grow. You made to grow good grapes of faith instead of rejected husks of impurity, and sweet fruits of thanksgiving instead of bitter fruits of blasphemy. You made to spring up glorious gifts of praises in it, instead of the insult and disgrace of crucifixion and the true victory of the cross. To you, Lord our God, who demonstrated this diligence for our salvation, we beseech over this fragrant incense, imploring your abundant mercies. Make us diligent laborers of the kingdom, and merchants who seek your riches, and glorious vine in your vineyard, and blessed seed in your field, and fine grains of wheat in your storehouses, and beloved plants in your courtyards of your holiness, and fattened lambs on the meadows of your kingdom, and chosen pearls on the crowns of your glory, and high palm trees in your garden, and beautiful cedars near the streams of your teaching, and glorious cypress on the mountains of your church, and like glorious olive trees in the house of your honor, and glorious vine in the garden of your majesty, and diligent husbandmen who labor in your vineyard, cleansed for your dwelling, and pure temple for the honor of your glory, and noble altars for the dwelling of your essence, and sincere sanctifiers for the Shekinah of your greatness, and honest invitees for the kingdom of your lordship, and worthy guests for your banquet, and pure best man for the marriage feast of your lordship. There we will unceasingly offer up glory and thanksgiving to you, and to your Father and your Holy Spirit. Glory to all. ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ലോകങ്ങളിലും എന്നതേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. ദർശകരെ നിഹനിച്ചു ദിനം പാരം ചെയ്വോളെ Stop.
അവനെ രക്ഷിച്ചു ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞുകൊണ്ടാ
ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട്